നമസ്കാരം. ഇന്നലെ അപകടത്തിൽപ്പെട്ട കപ്പലിലെ തീയണയ്ക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല, ഇപ്പോഴും സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകളിലും പറയുന്നത്. കാണാതായ 4 പേർക്കായി ഇപ്പോഴും തിരച്ചിൽ നടക്കുകയാണ്. ആശുപത്രിയിലുള്ള 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ കഴിയുന്നു. ഒരാളുടെ ദേഹത്ത് 40% പൊള്ളലേറ്റിട്ടുമുണ്ട്. ദൗത്യം അതീവ ദുഷ്കരമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട്. കടുത്ത തീയും പുകയും വെല്ലുവിളിയായി മാറുന്നുമുണ്ട്. രക്ഷാപ്രവർത്തനം കരുതലോടെ നടക്കുകയാണ്. തൃശൂർ എറണാകുളം തീരത്തേക്ക് കണ്ടെയ്നർ ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. തീരദേശത്തുള്ളവർ ഒക്കെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം വന്നു കഴിഞ്ഞു. ഇന്നലെ രാവിലെ പടർന്ന തീയാണ് ഇതുവരെയും അണയ്ക്കാൻ കഴിയാതെ പോകുന്നത്. കപ്പൽ ദിശയറിയാതെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ പുറത്തു വരുന്നുണ്ടെന്നും അത് തീരദേശത്തേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. ഹൈ പ്രഷർ വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് തീ നിയന്ത്രിക്കാൻ കോസ്റ്റ് ഗാർഡ് ശ്രമിക്കുന്നുണ്ടെന്നും പ്രതിരോധ സേനാ വക്താവ് അതുൽ പിള്ള പറഞ്ഞു. കോസ്റ്റ് ഗാർഡിന്റെ സജീദ്, സമുദ്ര പ്രഹരി തുടങ്ങിയവ രാത്രി മുഴുവൻ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും നാവികസേനാ വക്താവ് അറിയിച്ചു. രാവിലെ കോസ്റ്റ് ഗാർഡിന്റെ ഡോർണിയർ വിമാനങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു. കോസ്റ്റ് ഗാർഡിന്റെ സമർത്ഥ് എന്ന കപ്പലും നാവികസേനാ കപ്പലായ INS സത്ലജും സ്ഥലത്തുണ്ട്. കപ്പലിൽ അപകടകരമായ രാസവസ്തുക്കളടക്കം ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടയിൽ തന്നെ കപ്പൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് ആശങ്ക പടർത്തുന്നത്. എന്നാലും കപ്പലിനെ പൂർണ്ണ രീതിയിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം ഇതിന് പിന്നാലെയുണ്ട്. കപ്പലിലെ കണ്ടെയ്നറുകളിലേക്കും ഇന്നലെ തന്നെ തീ പടർന്നിരുന്നു. കപ്പലിന്റെ മധ്യത്തിന് കുറച്ചു മുമ്പായി പടർന്നു തുടങ്ങിയ തീ പിന്നീട് കപ്പലാകെ വ്യാപിപ്പിക്കുകയായിരുന്നു. കൊളംബോ തുറമുഖത്ത് നിന്ന് മുംബൈയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖത്തേക്ക് പോവുകയായിരുന്നു സിംഗപ്പൂർ പതാക പേറുന്ന കപ്പൽ. കപ്പലിലെ 18 പേർ രക്ഷപ്പെട്ടെങ്കിലും ഇതിൽ 2 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്കിടെ കാണാതായ 4 പേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ ഇപ്പോൾ നിയന്ത്രണമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തീരത്തോട് അടുക്കാതിരിക്കാൻ ഇന്നലെ മുതൽ ശ്രമങ്ങൾ നടത്തിയിരുന്നു. കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മുങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇങ്ങനെ ഉണ്ടായാൽ എണ്ണയും രാസവസ്തുക്കളും കടലിൽ പടരുന്നത് തടയാനുള്ള ശ്രമങ്ങളാണ് കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ നടത്തുന്നത്. നിലവിൽ അപകട സ്ഥലത്ത് വിന്യസിച്ചിട്ടുള്ള സമുദ്ര പ്രഹരി എന്ന കപ്പൽ ഇതിന് കഴിയുന്നതാണ്. തോട്ടപ്പള്ളി സ്പിൽവേക്ക് 16.6 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിക്കിടക്കുന്ന MSC എൽസ 3 കപ്പലിലെ എണ്ണയും മറ്റ് നീക്കുന്നതിനും സമുദ്ര പ്രഹരി കപ്പൽ ഉപയോഗിച്ചിരുന്നു. കേരള തീരത്ത് അറബിക്കടലിൽ വീണ്ടും കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് കൊച്ചിയിൽ ഉന്നതതല യോഗം ചേരുമെന്നാണ് അറിയിച്ചിരുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് യോഗം വിളിച്ചിരിക്കുന്നത് എന്ന വിവരത്തിൽ പറയുന്നു. സംസ്ഥാന സർക്കാർ, നാവികസേന, കോസ്റ്റ് ഗാർഡ്, മറ്റു കേന്ദ്ര ഏജൻസികൾ, കേരള മാരിടൈം ബോർഡ്, അതുപോലെ തന്നെ അവിടെ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അഴീക്കലിന് 44 നോട്ടിക്കൽ മൈൽ അകലെ മാത്രം തീപിടിച്ച വാൻഹായ് 503 കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ചൈന ഇന്ത്യ എക്സ്പ്രസ് റൂട്ടിലെ പതിവായ ചരക്കു ഗതാഗതം നടത്തുന്ന കപ്പലാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ട MV വാൻഹായ് 503. വാൻഹായ് ലൈസൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സിംഗപ്പൂർ കപ്പലാണിത്. 2005 തായ്വാനിലെ കവോസിംഗ്യുങ് CSBC കോർപ്പറേഷൻ നിർമ്മിച്ച ചരക്കു കപ്പലാണിത്. പാനമ കനാലിൽ സഞ്ചരിക്കാൻ പാകത്തിൽ രൂപകൽപ്പന ചെയ്ത വാൻഹായ് 503-ന് 268.8 മീറ്റർ നീളവും 32.3 മീറ്റർ വീതിയുമുണ്ട്. ചൈന, ഇന്ത്യ, ശ്രീലങ്ക, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ചൈന ഇന്ത്യ എക്സ്പ്രസ് റൂട്ടിലാണ് നിലവിൽ ചരക്ക് ഗതാഗതം നടത്തുന്നത്. മണിക്കൂറിൽ 24.4 നോട്ടിക്കൽ മൈൽ, അതായത് 45.2 കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാൻ കഴിയും. 42,532 ടൺ ചരക്ക് ഉൾപ്പെടെയാകെ 51,300 ടൺ ഭാരം താങ്ങാൻ ശേഷിയുണ്ട്. തീപിടിച്ച കപ്പലിലെ തീ നിയന്ത്രിക്കാൻ ഇനിയും സാധിക്കാതെ വന്നതോടെ തന്നെ കപ്പൽ മുങ്ങിത്താഴുമോ എന്ന് ഇനി അറിയേണ്ട കാര്യം തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. എന്നാലും തീരദേശത്തുള്ള ആശങ്ക ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ളവർക്ക് തന്നെ ഇനി കരുതൽ കൂടുതലാണ്. ജാഗ്രത പാലിക്കണമെന്ന് പോലും ഇപ്പോൾ നിർദ്ദേശം വന്നിട്ടുണ്ട്. എറണാകുളം, തൃശൂർ തീരദേശത്തേക്കായിരിക്കും കണ്ടെയ്നറുകൾ കൂടുതലും അടുക്കുന്നത് എന്ന് പറയുന്നു.